വൺ ഡേ വ്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ ജിമ്മിനെ റാണീനെ വൈറ്റീനെയൊക്കെ കണ്ടിട്ട്, നല്ലതുപോലെ കണ്ടിട്ട്. കുറച്ച് കണ്ടു കാണും, പക്ഷെ നല്ലതുപോലെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. രാവിലെ മഴയൊക്കെ പെയ്ത് തണുത്ത് ഇളം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റിപ്പം ഞാൻ വീഡിയോ എന്താണ് വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ എണീറ്റ് വന്നു. ഈ എന്താണ് പറഞ്ഞോളൂ. സുന്ദരോ എന്നെ തന്നെയാണ് വിളിക്കുന്നതെന്ന്. നീ സുന്ദരിയല്ല, നീ സുന്ദരി പെണ്ണാണ്. ആണാ? നീ സുന്ദരിയൊന്നുമല്ല. പെണ്ണാടുന്ന് പോണേ. നീ സുന്ദരിയല്ല. പോ സുന്ദരിയല്ല. സുന്ദരി കാറിൻ്റെ അടി കിടക്കുന്നു. സുന്ദരി, റാണി സുന്ദരി. എൻ്റെ വഴക്ക് പറഞ്ഞു വയറ്റി. സുന്ദരിയല്ലെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ എടി? ഭിത്തിയിൽ കൂടെ പച്ചറുമ്പ് കയറി പോകുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കടിക്കത്തില്ല, അതോ പച്ചറുമ്പിനെ പിടിച്ച് തിന്നുന്നു. ഇമ്മിവാവേ, ഇവിടെ എന്താ പറയാ, ഏ സമയം ഒരു വിരല് അവൻ്റെ കയ്യിലൊരു ചെറിയ നഖമുണ്ട്, അതെടുത്ത് വെച്ച് കടിക്കല എപ്പോഴും. എൻ്റെ പെണ്ണേ, ഡേ എന്ത് പച്ചറുമ്പിനെ തിന്നുന്നാ? റാണി അതൊന്നും പോലുമില്ല. അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്, ആ ചാക്കിൻ്റെ അടി ആ സൈഡിലുണ്ട്. ഇവിടെ എന്തോ എൻ്റെ ഉടുപ്പി പിടിച്ച് വലിക്കുന്നേ. ജിമ്മി, റാണിയെ വിളിച്ചിറക്കിയേ. കാറിൻ്റെ അടിയിൽ ഇറങ്ങാൻ പറയാം. ഏതോ സമയം ഉറക്കും. അതോ അതിൻ്റെ അടിയിൽ ഒരു വാല് കിടന്ന് ആടുന്നുണ്ടാ. ഡേയ് വാ, ഇങ്ങോട്ട് വരാൻ വാ. വൈറ്റ് മാറിയില്ല. റാണി ചേച്ചി കാണിച്ചു കൊടുക്കട്ടെ. വാ റാണി, ഇറങ്ങി വരാനാണ് പറഞ്ഞത്. നിന്റെ അച്ഛനാണോ പറയുന്നത് ഇറങ്ങിയാടാ? ഇറങ്ങി വാ. അവന് വരത്തില്ല. മടിച്ചിയാ, ഭയങ്കര മടിച്ച്. ഏത് സമയം ഉറക്കം എപ്പോഴും ഉറക്കം അവക്ക്. ഇനി വാവേ. എന്താ പൊന്ന, എന്താ? ഞങ്ങളെ ചെടിയിലൊക്കെ മലക്കറിയൊക്കെ നല്ലപോലെ പിടിക്കുന്നുണ്ട്. പൂവൊക്കെ ശരിക്ക് പിടിച്ച്. റോസാപ്പൂ നമ്മുടെ സാധാ നാടൻ റോസയാണ് കേട്ടോ. അത് ഇഷ്ടംപോലെ പൂവുണ്ടാവും അതിനകത്ത്, നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ. ഞങ്ങളെ അമരക്കയിലൊരു പരാജയം സംഭവിച്ചു. അമരക്കയുടെ നീളം എന്താ കണ്ട, ഇത്ര ഏതാണ്ട് 7 അടിയോളം നീളമുണ്ട്. പക്ഷെ കാ പിടിക്കുന്നത് ഇതാ 1-2 കായൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് കണ്ട 1-2 കായൊക്കെ പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ കൃഷിഭവനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പൊട്ടാഷ് മേടിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ഇന്നിപ്പം രാവിലെ പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ടപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങ് ഇട്ട്, തക്കാളി കുട്ടന്മാർക്കും അമരയ്ക്ക കുട്ടിക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കാം പൂവൊക്കെ വരുന്നുണ്ടോയെന്ന്. ഡേയ്, ഇവിടെ കുത്തിയിരുന്ന് സൂസ് വഹിക്കുന്ന എടി കണ്ടാ? പോയി വെള്ളം എടുത്ത് വഴിയടി. ഇവിടെ വാതിലിരുന്ന് നീ സൂസ് വഹിച്ചില്ലേ? ഇവിടെ വരാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഓട്ടം കിട. ഞങ്ങൾക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ടേ. ഞങ്ങളുടെ ഫ്രണ്ട് മുറ്റത്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, പട്ടിയിൽ വെച്ചിട്ടൊക്കെയാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് സംഭവം. 4 തൈ കിട്ടിയായിരുന്നു. അപ്പോൾ 2 ഇവിടെ വെച്ച്, 2 അങ്ങ് അപ്പുറത്ത്, പപ്പായയുടെ അപ്പുറത്തോട്ട് വെച്ച്. അതുകൊണ്ട് ഇതിൽ ഒരു പൂ വന്ന് കണ്ടാ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ്. എന്ത് കളറാണെന്നൊന്നും അറിയത്തില്ല. കായ ഇനി ഇത് പിടിച്ചു വരുമ്പോഴേ അറിയത്തുള്ളൂ, ചുവപ്പാണോ വെള്ളയാണോ മഞ്ഞയാണോ ഏതാണെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും അതിലും കായ പിടിച്ച്. ഇനി ഞങ്ങൾക്ക് നടാൻ വേണ്ടിയിട്ട് ഒരു 10-12 മൂട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ മേടിച്ച് വെച്ചിരിക്കുന്നു. ഇനി അത് നടണം. അത് ഇച്ചിരി പൈസ ചിലവാണ്. അതിന് പോസ്റ്റ് മേടിക്കണം, ആളിനെ നിർത്തിയൊക്കെ വേണം നടിയിക്കാൻ. അതിനിപ്പം നോക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. അത് നടേണ്ട സമയവും കഴിഞ്ഞു. അപ്പോൾ അണ്ണ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വന്ന് എന്നെ വിളിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ പോയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നേ, ജസ്റ്റ് ഒന്ന് വേറെ ഇവിടെ മുറ്റത്ത് ചെന്നപ്പോൾ എടുത്തൊരു വീഡിയോ. ഇപ്പോൾ റാണീനെ കൂട്ടിലൊന്നും ഇടത്തില്ല. റാണീനെ ജിമ്മിയുടെ കൂടെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് പകല്. അപ്പോൾ വൈറ്റിന് മാത്രമേ കൂട്ടി കയറ്റൂ. വൈറ്റ് വാ, കൂട്ടി കയറാം. വൈറ്റമ്മ ഓടിയാ, കൂട്ടി കയറ്. ഗുഡ് ഗേൾ. ഓ, എന്തൊരു അനുസരണ അറിയാം. അതിനകത്ത് കുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, നിന്റെ അടുത്ത് ആരും പറഞ്ഞു കയറി. ഒരാളെ കയറ്റിയ മറ്റോളം വന്ന് കയറി. കൂട് കയറുന്ന അവളെ വിളിച്ചില്ലെങ്കിൽ റാണി വന്ന് കയറി ഞാൻ കിടന്നാളെ. അടി വിടരുതേ, ഇവിടെ കിടക്കുന്നതൊക്കെ കൊള്ളാം. റാണി വിളി വരുന്നില്ലേ? വാ, വെളി പോവാ. അവള് വരുന്നില്ല. കൂട് തുറന്ന് ആ വയറ്റിനെ കയറ്റാനാ കൂട് തുറന്നത്. എന്നിട്ട് ഇപ്പോൾ അവളും കൂടെ വന്ന് കിടന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു ജിമ്മി. ബൈ ബൈ.